ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മാതൃകാ ടൗൺഷിപ്പിലെ വീടുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചവിട്ട് നിന്ന മണ്ണ് പോലും നഷ്ടപ്പെട്ടു പോയവർക്ക് സർക്കാർ ഇവിടെ പണിത് നൽകിയിരിക്കുന്നത് ഭൂകമ്പ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള വീടുകളാണ്. ആധുനിക സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി പണിതിട്ടുള്ള വീടുകളിൽ 5 മുതൽ 10 വർഷം വരെ വാറന്റിയുള്ള ജനലുകൾ, വാതിലുകൾ, ബാത്റൂം ഫിറ്റിങ്ങുകൾ, പെയിന്റ് തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഓരോ വീടിനും 2 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകളും നൽകുന്നുണ്ട്. 35 ക്ലസ്റ്ററുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഓരോ ക്ലസ്റ്ററിലും ഗ്രാമീണ സാമൂഹ്യ ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള ഗ്രീൻ സ്പേസ് നടുമുറ്റവും നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സെൻറ്റർ, ഫുട്ബോൾ ഗ്രൗണ്ട്, അംഗൻവാടി, മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം, 11.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകൾ, കടമുറികൾ, ഡിസാസ്റ്റർ മെമ്മോറിയൽ, ഹരിത പ്രോട്ടോകോൾ പാലിച്ചുള്ള 10 സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, 9.5 ലക്ഷം കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ടൗൺഷിപ്പാണ് അതിജീവിതർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ വീടുകൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുടെ പ്രത്യേകതകളും പരിഗണിച്ച് ദുരന്തബാധിതർക്ക് സുരക്ഷവും മാന്യവുമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതൃകാ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം നടന്നുവരുന്നത്. 5 സോണുകളിലായി വിഭാവനം ചെയ്തിരിക്കുന്ന ടൗൺഷിപ്പിൽ 35 ക്ലസ്റ്ററുകളിലായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റവും നടുമുറ്റത്തിനു ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡും ഉണ്ട്. പ്രസ്തുത റോഡിന് അഭിമുഖമാക്കിയാണ് ഓരോ ക്ലസ്റ്ററിലെയും വീടുകൾ നിർമ്മിക്കുന്നത്. 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ടത്തിൽ 178 വീടുകളാണ് അതിജീവിതർക്ക് കൈമാറുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാതൃകാ വീടിൻ്റെ ഡൈനിങ് കം ലിവിംഗ് റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. മാതൃകാ ടൗൺഷിപ്പിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനവും പട്ടയ വിതരണവും നടത്തുന്ന ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാതൃകാ ടൗൺഷിപ്പിലെ വീട് സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, മാതൃക ടൗൺഷിപ്പിൻ്റെ ഗുണഭോക്താക്കൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ചെയറുകളിൽ ഗുണഭോക്താക്കൾ ദയവായി കയറിയിരിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഏതാനും നിമിഷങ്ങൾക്കകം വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. വയനാട് മാതൃക ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനവും പട്ടയ വിതരണവും ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ നടക്കുന്നതാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മാതൃക ടൗൺഷിപ്പിലെ മാതൃകാ വീടുകൾ സന്ദർശിച്ചതിന് ശേഷം വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥികളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ദയവായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം വിശിഷ്ടാതിഥികൾ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വയനാട് മാതൃക ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിൻ്റെ പ്രൗഢഗംഭീരമായ ചടങ്ങിന് ഇതാ തുടക്കമാവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശിഷ്ടാതിഥികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്ത കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന മാതൃക ടൗൺഷിപ്പിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. മന്ത്രിമാരും ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും അതിലേറെ ഗുണഭോക്താക്കളും പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ കാര്യപരിപാടികൾ ആരംഭിക്കാം.
ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS-നെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, പ്രിയ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ ഒരു പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. കാരണം വാക്കുകളേക്കാൾ വലുതാണ് നിങ്ങൾ കാണിച്ച നിശബ്ദ ധൈര്യം. ഇവിടെ വാക്കുകൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം: പ്രവൃത്തിയെ അറിയിക്കുക. ഇതൊരു ചടങ്ങിൻ്റെ വേദിയല്ല, ഇതൊരു ജനതയുടെ മനോബലത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ഒരിക്കൽ ഈ മണ്ണ് നിലവിളിച്ചു, ഈ മലകൾ നിശബ്ദമായി കരഞ്ഞു. അതൊരു ഓർമ്മ മാത്രമല്ല, ജീവിതം രണ്ടായി പിളർന്ന ഒരു നിമിഷമായിരുന്നു. വീടുകൾ ഇടിഞ്ഞപ്പോൾ ഹൃദയങ്ങളും ഇടിഞ്ഞു. സ്വപ്നങ്ങൾ തകർന്നപ്പോൾ പ്രതീക്ഷ പോലും മങ്ങിപ്പോയി. പക്ഷേ ആ അവശിഷ്ടങ്ങളുടെ നടുവിൽ നിന്നാണ് ഉയർന്ന ഒരു അത്ഭുതം: മനുഷ്യൻ്റെ മനോബലം. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ഉറച്ച വിശ്വാസം. ഇന്നും കേരളം നിങ്ങളുടെ ധൈര്യത്തിൻ്റെ മുന്നിൽ തല കുനിക്കുന്നു. കാരണം നിങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. നഷ്ടങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് പുതിയ ജീവൻ്റെ അടിത്തറയാകുകയും ചെയ്യാം എന്ന്. ഇന്നിവിടെ ആദ്യം ഓർക്കേണ്ടത് നമ്മോടൊപ്പം ഇവിടെ ഇരിക്കേണ്ടിയിരുന്നേ പക്ഷേ ദുരന്തം കൊണ്ട് നഷ്ടപ്പെട്ടവരെയാണ്. ഇവിടെ തെളിയുന്ന ഓരോ വിളക്കും ആദ്യം തെളിയുന്നത് അവരുടെ ഓർമ്മയ്ക്കാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാനല്ല, നമ്മുടെ സ്വന്തം ഹൃദയങ്ങളിലുള്ള പുനർനിർമ്മാണത്തിന് സാക്ഷിയാകാനാണ്. ഇത് മതിലുകളും മേൽക്കൂരയും മാത്രമല്ല, ഇത് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, തിരിച്ചു വരവിൻ്റെ, കേരള ജനതയുടെ കൂട്ടായ്മയുടെ പ്രതീകമാണ്. അനാഥയത്തിന് ശേഷം ആശ്രയത്തിൻ്റെ കൈത്താങ്ങ്. ഇതാണ് ഈ ദിവസത്തിൻ്റെ അർത്ഥം. ഇന്ന് കേരളം ഇവിടെ പറയുന്നത് ഒരു വാക്ക് മാത്രമാണ്: നിങ്ങൾ വീണിടത്ത് ഞങ്ങൾ നിങ്ങളെ വിട്ടുപോകില്ല, ഞങ്ങൾ നിങ്ങളെ ചേർത്ത് നിർത്തും. ഇതോടൊപ്പം ഇന്നിവിടെ ഈ ടൗൺഷിപ്പ് പ്ലോട്ടിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് കൂടി ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുകയാണ്. ഇതൊരു കെട്ടിടം മാത്രമല്ല, ആരോഗ്യം എന്നത് പുനരധിവാസത്തിൻ്റെ ഹൃദയമാണെന്ന് പ്രഖ്യാപനമാണ്. വീട്ടിലേക്ക് തിരിച്ചു വരുന്നതോടൊപ്പം ചികിത്സയും പിന്തുണയും അടുത്തുണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ്. ഇവിടെ പണിയുന്നത് ഓരോ വീടിനും അതിൻ്റെ തൊട്ടടുത്ത് സഹായം അടുത്തുണ്ട് എന്നൊരു ഉറച്ച വാക്കുണ്ട്. അതാണ് ഈ ഹോസ്പിറ്റൽ അനക്സ്. വിവിധ ദുരന്തങ്ങൾക്ക് ശേഷം വ്യത്യസ്ത രീതികളിൽ പുനരധിവാസ പദ്ധതികൾ രാജ്യത്ത് മുമ്പും നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ ദുരന്തബാധിതർക്കായി രാജ്യത്ത് രൂപം കൊണ്ട് ആദ്യത്തെ സമ്പൂർണ്ണ സംയോജിത ടൗൺഷിപ്പ് എന്ന പദവി നമ്മുടെ വയനാട് പദ്ധതിക്കാണെന്ന് ഏറ്റവും അഭിമാനത്തോടെ അറിയിക്കുന്നു. ഓരോ വ്യക്തിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് ഓരോ രൂപയുമാണ് ഈ സ്വപ്ന ഭവനങ്ങളുടെ മുതൽ മുടക്ക്. ഇവിടെ ഉയരുന്നത് കേവലം വീടുകൾ മാത്രമല്ല, ഒരു ആശുപത്രി, ഒരു പാർക്ക്, ഒരു മാർക്കറ്റ്, ഒരു സ്കൂൾ, ഓഫീസ് സൗകര്യങ്ങൾ, ഒരു സ്മാരകം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ സംയോജിത ടൗൺഷിപ്പാണിത്. ഇതൊരു പദ്ധതിയല്ല, ഇത് നമ്മുടെ നാടിൻ്റെ സ്വഭാവമാണ്. ഈ യാത്രയിൽ
നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി ഒരു പദ്ധതിക്കായി ഒരുമിക്കുമ്പോൾ അതിന് വേഗവും രൂപവും കിട്ടുന്നു. രക്ഷാപ്രവർത്തകരിൽ നിന്നും മുൻപന്തിയിൽ നിന്നവർ, യൂണിഫോം ധരിച്ചവരും ഇല്ലാത്തവരും, ആരോഗ്യ പ്രവർത്തകർ, ആംബുലൻസ് ടീമുകൾ, ആശുപത്രി ജീവനക്കാർ, തദ്ദേശ സ്ഥാപനങ്ങളുടെയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ഫീൽഡ് ടീമുകൾ, എഞ്ചിനീയർമാർ, കെട്ടിടം പണിത തൊഴിലാളികൾ, ഡ്രൈവർമാർ, സന്നദ്ധ സംഘടനകൾ, യുവജനങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ദൂരെ ഇരിക്കുന്നവരുടെ സഹായം മുതൽ അയൽവാസിയുടെ ഒരു കൈത്താങ് വരെ ഇവയെല്ലാം ചേർന്നപ്പോൾ മാത്രമാണ് പുനരധിവാസം ഒരു വാക്കിൽ നിന്നും ഒരു വാസ്തവമായി മാറിയത്. നിങ്ങളുടെ നിശബ്ദ സേവനത്തിന് കേരളം ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഇനി എൻ്റെ കടത്തിലേക്ക് കിടക്കട്ടെ. ഈ ദുരന്തത്തിന് നടുവിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നു. നയങ്ങൾ സ്വയം നടക്കില്ല, അതിന് കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ആ കൂട്ടായ്മയ്ക്ക് ദിശയും ഉറച്ച തീരുമാനവും നൽകിയും ദുഃഖത്തെ ഉത്തരവാദിത്തത്തിലേക്ക് മാറ്റുകയും ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഞാൻ ഈ ഉദ്ഘാടന വേദിയിലേക്ക് അതീവ ആദരത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ T സിദ്ദീഖിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KSFE ചെയർമാൻ ശ്രീ K വരദരാജനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലുള്ള ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ശ്രീമതി ചന്ദ്രിക കൃഷ്ണൻ, ഡോക്ടർ അരുൺ ജോ, T ഹംസ, ശ്രീ P വിശ്വനാഥൻ, ശ്രീ ഹനീഫ KK, ശ്രീ C ഷിഹാബ്, ശ്രീമതി റംല ഹംസ, ശ്രീ KK സഹദ്, ശ്രീമതി ഷൈജ ബേബി, ശ്രീ ഷമീൻ ഒടുവൽ, മേജർ ജനറൽ S രാധാകൃഷ്ണൻ, ശ്രീ S വാസ്നെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നാൽ ഏറ്റവും ആദ്യം സ്വാഗതം അറിയിക്കേണ്ടത് രാപ്പകൽ ഭേദമില്ലാതെ ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി അധ്വാനിച്ച തൊഴിലാളികളാണ്. എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെയും സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പദ്ധതിക്ക് വിജയത്തിനായി പ്രവർത്തിച്ച വയനാട് ജില്ലാ കളക്ടർ ശ്രീമതി മേഘശ്രീയെയും ടീമിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെല്ലുവിളികളെ സൈതര്യം നേരിട്ട് പദ്ധതിക്ക് വിജയത്തിലേക്ക് നയിച്ച് ശ്രീ സുഹാസിനെയും സംഘത്തിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ അധ്വാനിച്ച് കിഫ്കോൺ ഉദ്യോഗസ്ഥരെയും ഊരാളുങ്കൽ സൊസൈറ്റിയെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വയനാട് പുനരധിവാസം ഒരു ദൗത്യമായി ഏറ്റെടുത്ത് ശ്രീ രാജമാണിക്യത്തിന് നേതൃത്വത്തിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ന് സ്വപ്ന ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളുമാണ്. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ വേദിയിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം പുതിയ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, പുനരധിവാസം എന്നത് കെട്ടിടങ്ങൾ മാത്രമല്ല. വീട് പൂർണ്ണമാവുന്നത് സ്കൂളിലേക്ക് വഴി തുറക്കുമ്പോഴും ജോലി വീണ്ടും കിട്ടുമ്പോഴും ചികിത്സയും മനസ്സിൻ്റെ ആശ്വാസവും സമയത്ത് എത്തുമ്പോഴും കുട്ടികൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങുമ്പോഴുമാണ്. അതുകൊണ്ട് ഇന്ന് നാം പറയുന്നു, ഏറ്റവും വലിയ വാക്ക് ഇതാണ്: ഇത് തുടക്കമാണ്, അവസാനമല്ല. സംവിധാനം നിങ്ങളെ വിട്ടുപോകുന്നില്ല.
സമൂഹം നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നില്ല. ഈ വീടുകളുടെ ചുവരുകൾ കല്ലുകൊണ്ട് പണിതതാകാം. പക്ഷേ അവ നിലനിൽക്കുന്നത് കരുതൽ കൊണ്ടും സ്നേഹത്താലുമാണ്. ഇവിടെ വീണ്ടും കുട്ടികൾ ചിരി മുഴങ്ങുമ്പോൾ അത് വെറും ശബ്ദമല്ല, ജീവിതം വീണ്ടും ജയിച്ചതിൻ്റെ പ്രഖ്യാപനമാണ്. ഇവിടെ ഓരോ വിളക്കും തെളിയുമ്പോൾ അത് ഇരുട്ടിനെതിരായ നമ്മുടെ വിജയം മാത്രമല്ല, ഭയത്തെ മറികടന്ന് പ്രതീക്ഷയുടെ പ്രകാശമാണ്. ഇന്ന് നാം ടൗൺഷിപ്പ് ജനങ്ങൾക്ക് നൽകുമ്പോൾ നാം നൽകുന്നത് വീടുകൾ മാത്രമല്ല, ഭയമില്ലാതെ ഒരു നാളെയാണ്, ഒരു സുരക്ഷിത ഭാവിയാണ്, ഒരു പുതുജീവിതത്തിൻ്റെ വാഗ്ദാനമാണ്. മുണ്ടക്കൈ ചുരൽമല വേദനയെ അതിജീവിച്ച ധൈര്യത്തിൻ്റെ പേരിൽ, കണ്ണീരിനെ മറികടന്ന് പ്രതീക്ഷയുടെ പേരിൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും സമാധാനവും സുരക്ഷയും സന്തോഷവും നിറഞ്ഞ നാളുകൾ ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായ അപമാനത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും KSDMA വൈസ് ചെയർമാനും കൂടിയായ ശ്രീ K. രാജൻ അവർകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. ചൂരൽമലയിലെ മനുഷ്യർക്ക് വേണ്ടി കൽപ്പറ്റയുടെ നഗരത്തിൽ കേരളമൊരുക്കുന്ന പുതിയ നഗരത്തിൻ്റെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റവും ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്ന, കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ വേദിയിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാർ, പ്രിയപ്പെട്ട OR കേളു, AK ശശീന്ദ്രൻ, ശ്രീ മുഹമ്മദ് റിയാസ്, MLA ശ്രീ TC സിദ്ദിഖ്, മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കേരളത്തിൻ്റെ പ്രിയങ്കരനായ ചീഫ് സെക്രട്ടറി ശ്രീ A. ജയദേവൻ IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി മേഘശ്രീ IAS, വേദിയിലും സദസ്സിലുമുള്ള ഈ പ്രോജക്റ്റിൻ്റെ സ്പെഷ്യൽ ഓഫീസർ സുഹാസും രാജമാണിക്യവും അടക്കം പ്രിയപ്പെട്ടവരെ, ദുരന്ത ബാധിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കായ കേരളത്തിൻ്റെ മനുഷ്യ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ ദീർഘമായിട്ടുള്ള ഒരു അധ്യക്ഷ പ്രസംഗം പാടില്ലാത്തതാണ്. ഞാനതിന് മുതിരുന്നുമില്ല. വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ ഈ പുതിയ നഗരത്തിൻ്റെ മുറ്റത്തേക്ക് സ്ഥിരമായി എല്ലാ മാസവും ഒന്നിലേറെ തവണയോ വരുന്ന ഈ മുറ്റത്തേക്ക് ഇന്നത്തെ ഈ അഭിമാന നിമിഷത്തിന് വേണ്ടി വന്നെത്തിച്ചേർന്നത്. അഭിമാനകരമായിട്ടുള്ള ഈ നിമിഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വീട് പുതിയതായി ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ മഹാഭൂരിപക്ഷം ആളുകളെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അമ്മമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, മക്കളെ ഒന്ന് കാണാനായി ആ നിരയിലേക്ക് പോയി. വത്സല ചേച്ചിയും ലത ചേച്ചിയും ഓമന ചേച്ചിയും ശോഭന ചേച്ചിയും ഒക്കെ ഉൾപ്പെടെ അവരെല്ലാവരെയും കണ്ട് അവരുടെ കെട്ടിപ്പിടിച്ചലും കരച്ചിലും കഴിഞ്ഞപ്പോൾ സത്യത്തിൽ കൈവിട്ടുപോയ മാനസികാവസ്ഥയിലൂടെയാണ് ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ നിൽക്കുന്നത്. 2024 ജൂലൈ 30 മനുഷ്യത്വമുള്ള ലോകത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത വിധത്തിൽ പുഞ്ചിരിമുറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിൽ പുന്നപ്പുഴയുടെ തീരത്ത് ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 മനുഷ്യർ ഭൂമുഖത്തു നിന്നില്ലായ്മ ചെയ്യപ്പെട്ട ആ വലിയ ദുരന്തത്തിൻ്റെ ദുരന്ത നാളുകളിലേക്ക് മനസ്സിലൊരു വേലിയേറ്റം സൃഷ്ടിക്കുന്നത് പോലെ ഒരു തിരയിളക്കമുണ്ടായി. ഞാനത് പറയാൻ മുതിർന്നാൽ ഈ അധ്യക്ഷ പ്രസംഗം എനിക്ക് പൂർത്തിയാക്കാനാകില്ല. അത്രയേറെ വികാരപരമായിരുന്നു ആ പ്രശ്നങ്ങൾ. ജൂലൈ 30 ഞങ്ങൾ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, നിങ്ങളെല്ലാവരും പുന്നപ്പുഴയുടെ തീരത്തെത്തിച്ചേരുമ്പോൾ അപ്പുറത്ത് 512 മനുഷ്യർ പുഞ്ചിരിമുറ്റത്തും മുണ്ടക്കയിലും അട്ടാമലയിലും ആറാമലയുമായി ചൂരൽമലയുടെ തീരത്ത് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ പുന്നപ്പുഴയുടെ ഭ്രാന്തമായ ഒഴുക്കിൻ്റെ അപ്പുറത്തു നിൽക്കുന്ന കാഴ്ച മുതൽ ഞാൻ ഓരോന്നായി വിശദീകരിക്കുന്നില്ല.
19ഓളം വരുന്ന പട്ടാളവും സൈന്യവും പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റും എല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ. യഥാർത്ഥത്തിൽ ഈ വയനാട്ടിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ അതിനേക്കാൾ മിലിറ്റൻ്റായ കേരളത്തിൻ്റെ മലയാളിയായിട്ടുള്ള പട്ടാളത്തിന്, സൈന്യത്തിന് തുല്യമായ മനുഷ്യർ, അവരെല്ലാവരും ഒത്തുചേർന്ന് ദിവസങ്ങളോളം നീണ്ട തെരച്ചിൽ പ്രക്രിയയ്ക്ക് നാം നേതൃത്വം നൽകി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ തിരച്ചിൽ ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദുരന്ത നിവാരണ ഘട്ടമായിരുന്നു. സൺറൈസ് വാലിയുടെ അപ്പുറത്ത് സൂചിപ്പാറയിൽ മനുഷ്യ ശരീരത്തിന് സാദൃശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹെലികോപ്റ്റർ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടപ്പോൾ സൂചിപ്പാറയിലേക്ക് നേരിട്ട് പോയിട്ടിറങ്ങാൻ ഒരു സാധ്യതയുമില്ലാതെ വന്നപ്പോൾ ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ കഡാവർ ഡോഗ്സിനെ നേരിട്ടിറക്കി മനുഷ്യഗന്ധം മണത്തെടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന ശരീരാവശിഷ്ടങ്ങൾ DNA ടെസ്റ്റിന് അയച്ചതുൾപ്പെടെ തെരച്ചിലിൽ ഒരു ലോക മാതൃക ദുരന്ത നിവാരണ രംഗത്ത് സൃഷ്ടിക്കാൻ നമുക്കായി. വടക്കൻ ഇന്ത്യയിൽ മരണപ്പെട്ടവരുടെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും JCB കൊണ്ട് വലിയ കുഴികുത്തി അതിലിട്ട് മൂടുന്ന അനുഭവങ്ങളുള്ള ഈ കേരളത്തിൽ പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട് നിരവധികളായിട്ടുള്ള കണ്ടെത്താൻ പറ്റാത്ത, തിരിച്ചറിയാനാകാത്ത മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ലോകത്തിൻ്റെ എല്ലാ മര്യാദകളും പുലർത്തി സർവമത പ്രാർത്ഥന നടത്തി ബ്യൂഗിൾ സല്യൂട്ടോടെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള യുവജന സംഘടനാ പ്രവർത്തകർ ഇട്ടിരിക്കുന്ന PP കിറ്റിനകത്ത് ഏതു മതമാണ്, ജാതിയാണ്, രാഷ്ട്രീയമാണെന്ന് നോക്കാതെ സ്വന്തം അമ്മ പോലെ, ഉമ്മ പോലെ, അച്ഛൻ പോലെ, ഉപ്പ പോലെ, സഹോദരങ്ങളെ പോലെ സംസ്കരിക്കുന്ന അഭിമാനകരമായിട്ടുള്ള മലയാളിയുടെ മനുഷ്യ സ്നേഹത്തിന് പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ട് സാക്ഷ്യം വഹിച്ചു. അനുഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു പോവുകയാണ്. ആഗസ്റ്റ് 25-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ മേപ്പാടിയുടെ കൽപ്പറ്റയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ സ്ഥാപിച്ച 18 ക്യാമ്പുകളും ഒഴിവാക്കപ്പെട്ടു. അവസാനം ഓമനച്ചേച്ചിയും മോഹനേട്ടനും 8 കുടുംബാംഗങ്ങളുള്ള രേവതിയും പളനിസ്വാമിയും ശെൽവരാജും അടക്കം 5 പേരെ, 5 കുടുംബങ്ങളെ മാറ്റി ഓഗസ്റ്റ് 25-ന് ഇവിടെ എല്ലാ ക്യാമ്പുകളിൽ നിന്നും 1 മാസത്തിനകം താൽക്കാലിക വീടുകളിലേക്ക്, വാടക വീടുകളിലേക്ക്, ബന്ധുവീടുകളിലേക്ക്, സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് അങ്ങനെ മാറ്റുന്നതിൻ്റെ തലേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ജനാധിപത്യ ലോകമാതൃക സൃഷ്ടിച്ചുകൊണ്ട് ആ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നത്തെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി വി വേണു IAS അവരെ നേരിൽ കേട്ടുകൊണ്ട് അവരോട് ചോദിച്ചു, എങ്ങനെയായിരിക്കണം പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? വീടുകൾ കൈമാറുന്ന ഈ സമയം ലോകത്തിൻ്റെ മറ്റൊരു മൂലയിൽ യുദ്ധവും പലായനവും നടക്കുകയാണ്. അന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലെത്തിയവരാണ്. ചൂരൽമലയിൽ നിന്ന് ഇനിയൊരു മലയിലേക്ക് പലായനം നടത്താൻ ഞങ്ങൾക്ക് വയ്യ. നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടരുത്. നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്. പല മേഖലകളിലാക്കി മാറ്റരുത്. അവശേഷിക്കുന്ന ഞങ്ങൾക്ക്, ദൈവം ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവരിൽ ബാക്കി വരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ചു താമസിക്കാൻ, ഒരുമിച്ചു ജീവിക്കാൻ ഒരിടം ഞങ്ങൾക്ക് വേണം. അത് പുനരധിവാസ പ്രവർത്തനത്തെക്കുറിച്ച് ജനാധിപത്യപരമായി ചർച്ച ചെയ്തപ്പോൾ ദുരന്തബാധിതരായ മനുഷ്യർ നെഞ്ചിൽ തട്ടി ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വലിയൊരു നഗരം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനു പറ്റുന്ന ഒരു പുനരധിവാസത്തിൻ്റെ മാതൃകകളൊന്നുമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ ആർക്കവൈസുകളിൽ ദുരന്തബാധിതർക്കൊരു നഗരമുണ്ടാക്കിയതിൻ്റെ ഒരു മുന്നനുഭവങ്ങളും ഞങ്ങളുടെ മുമ്പിലില്ല. പക്ഷേ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇച്ഛാശക്തിയോടെ പറഞ്ഞു, അവർക്ക് സ്വന്തമായി നാം ഒരു നഗരമുണ്ടാക്കും. എന്തു വില കൊടുക്കേണ്ടി വന്നാലും, എത്ര പ്രയാസപ്പെടേണ്ടി വന്നാലും ഒരു നഗരമുണ്ടാക്കും. ചില സാമ്പത്തികകാര്യ വിദഗ്ധന്മാർ ആധുനിക കാൽക്കുലേറ്ററുകൾ നിരത്തി വെച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞല്ലോ, 760 780 മുഖ്യമന്ത്രിയുടെ
ഞാൻ പറഞ്ഞു വന്നത്, ആ ഘട്ടത്തിൽ പുതിയതായി രംഗപ്രവേശം ചെയ്ത ഒരുപാട് സാമ്പത്തിക വിദഗ്ധന്മാർ കിട്ടാവുന്ന കാൽക്കുലേറ്ററുകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, കിട്ടിയ കാശ് എത്ര പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഹരിച്ച് ആ തുക ഓരോരുത്തരുടെയും കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് പണി നിർത്തി അങ്ങ് പോയിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ഈ പണം ഇങ്ങനെ എടുത്തു വെച്ച് ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കുന്നത്? എത്രയേറെ വിമർശനങ്ങൾ, എത്രയേറെ അഭിപ്രായ പ്രകടനങ്ങൾ. ഒന്നും കുലുങ്ങിയില്ല ഇച്ഛാശക്തിയുള്ള ഈ കേരളം. അവരോട് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഇന്ന് ഈ 178 കുടുംബാംഗങ്ങളെയും നേരിൽ പോയി കണ്ടയാളാണ് ഞാൻ. ഇന്നവർ പറയുന്ന കാര്യം, അന്നു ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പണം തന്നൊഴിപ്പിച്ചെങ്കിൽ ഇന്ന് കൂട്ടിമുട്ടാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയേനെ. ഒരുപക്ഷെ സുനാമി ദുരന്തത്തിലുണ്ടായി പല വഴികളിൽ പിരിഞ്ഞതുപോലെ ലോകത്തിൻ്റെ വിവിധ വഴികളിൽ ഞങ്ങൾ പിരിഞ്ഞു പോയേനെ. അങ്ങനെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ, സ്വന്തമായി കയ്യിൽ ഭൂമിയില്ലാതിരുന്നിട്ടും വയനാട്ടിൽ റവന്യൂ ഭൂമിയില്ലാതിരുന്നിട്ടും ആ ആവശ്യം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ കൽപ്പറ്റയിലെ 25 എസ്റ്റേറ്റുകൾ ഞങ്ങൾ കണ്ടു. ആ 25 എസ്റ്റേറ്റുകളിൽ ജോൺ മത്തായി സുരക്ഷിതം എന്ന് പ്രഖ്യാപിച്ച 9 എസ്റ്റേറ്റുകളെ നോക്കിക്കണ്ടു. ആ 9 എസ്റ്റേറ്റുകളിൽ എൽസ്റ്റോൺ ഉൾപ്പെടെ 2 എസ്റ്റേറ്റുകൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്തത്, പ്രിയപ്പെട്ടവരെ, ഈ ദുരന്തം നടന്ന് 63ാമത്തെ ദിവസം ആ 2 എസ്റ്റേറ്റുകളും ഈ കേരളത്തിൽ ഏറ്റെടുത്തു. ഒക്ടോബർ 4-ാം തീയതി ദിവസം മറക്കാനാകില്ല. ഒക്ടോബർ 4-ാം തീയതി ഏറ്റെടുത്ത ആ ഭൂമി അന്നു മുതൽ പണിയാൻ പറ്റിയിരുന്നെങ്കിൽ 2025 ജൂലൈ 30 ആദ്യത്തെ ദുരന്ത ദിനത്തിൽ എല്ലാവർക്കും ആ വീടുകൾ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു. എന്നാൽ ഒക്ടോബർ 4-ാം തീയതി ഈ ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നു. 2024 ഡിസംബർ 27-ാം തീയതി LAR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നിർദ്ദേശം കോടതി അംഗീകരിച്ചു. പക്ഷേ അപ്പോഴും ഭൂമിയിൽ പണി ചെയ്യാൻ അനുവദിച്ചില്ല. മാർച്ച് 27-ാം തീയതി ഈ നഗരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 410 വീടുകളുടെ തറക്കല്ലിട്ടിട്ടും കേരളത്തിലെ ഹൈക്കോടതി വ്യവഹാരങ്ങൾ പിന്നെയും തുടർന്നു. ഏപ്രിൽ 11 രാത്രി വൈകി കോടതി പിരിയുന്നതിൻ്റെ തലേ ദിവസം ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള തുക നിശ്ചയിച്ച് 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഏപ്രിൽ 11 അർദ്ധരാത്രിയാകുമ്പോൾ ഈ ട്രഷറിയിലൂടെ ആ പണമടച്ചു ഭൂമി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഒരു ദിവസം പോലും വൈകാതെ ഏപ്രിൽ 13 ആ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു 10 ദിവസം കഴിയും മുമ്പ് ആരംഭിച്ച മഴയാണിത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ തേയില ചെടികൾ പിഴുതുകളഞ്ഞ് ചവിട്ടിയാൽ ചേറു താഴുന്ന വഴിയിൽ അന്നു മുതൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനം. സാധാരണ ഒരു വീട് നിർമ്മിക്കുമ്പോൾ 3 അടി താഴ്ചയിലേക്ക് വാരമെടുത്താൽ മതി. എന്നാൽ ഈ വീടുകൾ നിർമ്മിച്ചത് ഒരു ദുരന്തത്തിനും ഇനി ഈ വീടുകളെ, ഈ മണ്ണിനെ, മനുഷ്യനെ വിട്ടുകൊടുക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഡിസാസ്റ്റർ എഞ്ചിനീയറിംഗിന്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് 10 അടി താഴ്ചയിലേക്ക് കുഴിയെടുത്ത് പില്ലറു കെട്ടി അവിടെ തീർക്കുന്ന 410 ഭവനങ്ങൾ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. ആ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. 178 ഭവനങ്ങളല്ല, 178 മനുഷ്യ ജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ, ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92-ാം നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു.
അവർ മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92 നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവമുണ്ടായി. എങ്ങനെ ഈ വിജയഗാഥ കേരളത്തിന് തീർക്കാനായി? ഒരു നഗരമെന്ന മുൻപരിചയങ്ങളില്ലാത്ത, മുൻ അനുഭവങ്ങളില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. 20 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ഉപകരണങ്ങളോടെ 178 വീടുകൾ, ഓരോ വീടിനും കൃത്യമായ ചുറ്റുമതിൽ, അതിൽ നിന്ന് തുറക്കുന്ന ഗേറ്റ് നേരെ റോഡിലേക്ക്, 35 സോണുകളിൽ എല്ലാ സോണിനും നടുവിൽ ഗ്രീനറി. ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കുടുംബാരോഗ്യ കേന്ദ്രം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു ലൈബ്രറി, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു മാർക്കറ്റ്, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കളിക്കളം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു പൊതു ഇടം. അതെല്ലാം കൂടി പൂർത്തീകരിക്കുന്നു. ചിലർ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് വന്നാൽ, കോഡ് ഓഫ് കോണ്ടക്ട് വന്നാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പണി നിർത്തുമോ? ഈ പണി ഒരു ദിവസം പോലും നിർത്താതെ തുടർച്ചയായി അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കും വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ഈ ദുരന്ത ബാധിതരിൽ ഇവിടെ പൂർത്തീകരിക്കുന്ന വീടുകളിലേക്ക് വരാനുള്ളവർക്ക് യഥാർത്ഥ കാലവർഷം മഴത്തുള്ളിയായി വയനാട്ടിന്റെ തലയ്ക്കുമീതെ പതിക്കുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക്, ഈ നഗരത്തിലേക്ക് വരേണ്ട അവസാനത്തെയാളുടെ താക്കോലും കൈമാറാൻ കഴിയുന്ന വിധത്തിൽ അഭംഗുരമാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ഇത് മാത്രമല്ല, ഈ മാസം വരെ 6000 രൂപയുടെ വാടക ഈ ഗവൺമെന്റ് മുടക്കിയിട്ടില്ല. ഈ മാസം വരെ, ഇനി ഈ വീടുകളിലേക്ക് കയറും വരെ അത് തുടരും. 300 രൂപയുടെ ജീവനോപാധി വെച്ച് 9000 വീതം ഒരു വീട്ടിലെ 2 പേർക്ക് കൊടുക്കുന്ന സഹായം അങ്ങനെ തുടരും. 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ തുടരും. ഇതുമാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ അനുഭവങ്ങളിലേക്ക്, വെള്ളാർമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, ഉണ്ണിമാഷുടെ കുട്ടികൾ പഠിക്കുന്ന വെള്ളാർമലയിലെ സ്കൂള് ഭൂമി ഏറ്റെടുത്തതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അഭംഗുരം നാം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനം കേരളം ഒരു മനസ്സായി നടത്തിയതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം സ്വത്തല്ല. കേരളത്തിലെല്ലാവരും, പക്ഷമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അടങ്ങുന്ന കേരളം. ഈ നഗരത്തിലേക്ക് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വരാൻ എന്തു ധൈര്യം നിങ്ങൾക്ക്? മലയാളി മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിത്രം കണ്ടു. ആവന്തിക ഈ കൂട്ടത്തിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആവന്തിക അവളുടെ വീടിൻ്റെ കൂപ്പൺ എടുത്ത് അത് നേരെ ജില്ലാ കളക്ടർക്ക് നേരെ തിരിച്ചു കാണിച്ചു അഭിമാനത്തോടെ. ഞങ്ങൾ അവസാനം അവതരിപ്പിച്ച നാറ്റിവിറ്റി കാർഡ് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് നാറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ പറ്റൂല. ജില്ലാ കളക്ടർ കേരളീയനല്ല. പക്ഷേ ആവന്തിക ആ ടോക്കൺ എടുത്ത് കളക്ടറെ കാണിച്ചപ്പോൾ കേരളത്തിലെ കേഡറായതുകൊണ്ട് കേരളത്തിനോടൊപ്പം വന്ന വയനാട്ടിലെ ജില്ലാ കളക്ടർ മേഘശ്രീ IAS പിടിച്ചു നിൽക്കാനാകാതെ വിതുമ്പി. കേരളം അഭിമാനത്തോടെ പറയട്ടെ, മലയാളത്തിൽ ജീവിക്കുന്നവരും മലയാളത്തെ സ്നേഹിക്കുന്നവരുമായ, അതുപോലെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ കണ്ണിലെ പവിത്രമായ ഈ കണ്ണീർ തുള്ളികളുടെ കരുത്താണ് കേരളത്തിലെ ഗവൺമെന്റിന് ഇത്തരമൊരു ഇച്ഛാശക്തി ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുഞ്ചിരിമറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിലാണ് 298 പേരെ നമുക്ക് നഷ്ടപ്പെട്ടത്. പുഞ്ചിരിമറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാ ഘട്ടങ്ങളിലും. ജൂലൈ 30 രാവിലെ പുലർച്ചെ 3:50 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോണിൽ എന്നെ വിളിക്കുന്നത്. എന്നെ മാത്രമല്ല, ഈ ഇരിക്കുന്നതിൽ പലരെയും.
പുലർച്ചെ 3:50 ഉരുളുപൊട്ടി മിനിറ്റുകൾക്കകം കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റിരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തു, ഒപ്പം നിർത്താവുന്ന എല്ലാവരെയും ഒപ്പം നിർത്തി. മനുഷ്യനായി മണ്ണിൽ ജീവിച്ചവന്റെ വികാരങ്ങൾ പൂർണ്ണമായി ഇതിനോടൊപ്പം ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞു, ഈ നഗരത്തിലേക്ക് സംഭാവന ചെയ്ത എല്ലാവരുടെയും പേരുകൾ ഓരോ വീടിൻ്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുകയല്ല, ഇവിടെ വയ്ക്കുന്ന ഒരു പുതുശിലയിൽ അവരുടെ എല്ലാം പേരുണ്ടാകും. കാരണം ഓരോന്നും ഓരോ പ്രദേശത്തിനായി വിട്ടുകൊടുക്കാനാകാത്തത് കൊണ്ട് ഈ നഗരം, കേരളത്തിൻ്റെ സ്വന്തമായ നഗരം, അതുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഓരോ ഘട്ടത്തിലും കേരളത്തിൽ കടമേറ്റെടുക്കാൻ കേന്ദ്രം ഗവൺമെന്റ് ഒരു നിയമത്തിലൂടെ അവസരമുണ്ടായിട്ടും ആ നിയമം കേരളത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സെക്ഷൻ എടുത്തു കളയുന്ന കഠിനമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുത്തപ്പോൾ ആ ദുരന്തബാധിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും കടമേറ്റെടുക്കാൻ ഈ ഗവൺമെന്റ് ചങ്കൂറ്റം കാണിച്ചതുപോലെ ലോകത്തൊരു പുതിയ അനുഭവമായി ദുരന്തബാധിതരായിട്ടുള്ള 126 കട ഉടമകൾക്കും 83 സംരംഭകർക്കും ആവശ്യമായ നഷ്ടപരിഹാരം കൊടുത്തതടക്കം ഈ മണ്ണിലെ ഓരോ പുൽക്കൊടിക്കും അറിയാവുന്ന വിധത്തിൽ ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് കേരളത്തിനാകെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിത്തെറിഞ്ഞയാൾ തന്നെ കൊയ്യണം എന്നാണ് പണ്ട് ഒരു പൊതു നിയമം. മുഖ്യമന്ത്രി തന്നെ തറക്കല്ലിട്ടു, മുഖ്യമന്ത്രി തന്നെ ഔപചാരികമായി ഈ വീടുകൾ നാടിന് സമർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉയരുന്നത് കേരളം മുഖ്യമന്ത്രിയുടെയോ ഗവൺമെന്റിൻ്റെയോ യശസ്സല്ല. മൂക്ക് താഴോട്ട് നീണ്ട 3.25 കോടി വരുന്ന മലയാളി ലോകത്തിന്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ അഭിമാന നിമിഷം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജൻ. അടുത്തത് ഉദ്ഘാടന ചടങ്ങാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിൽ പണികഴിപ്പിക്കുന്ന വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ വേദിയിലും സഹസ്രമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും നാം അവതരിപ്പിക്കുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നമ്മുടെ സാഹോദര്യ ബന്ധവുമാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തുന്നതിനിടയാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബഹുമാന്യായ അധ്യക്ഷൻ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തബാധിത കുടുംബങ്ങൾ മനുഷ്യൻ സാധാരണ സ്വപ്നം കാണുന്നവരാണ്. ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ആ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു.
ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചിന്തിച്ചവരുണ്ടാവും. എന്നാൽ അവരുടെ മനുഷ്യനെ നടുക്കും തരത്തിലുള്ള ദുരന്തത്തിനാണ് അവരിരയായത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ കുടുംബങ്ങൾക്കാകെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് എന്ന ആശയത്തിന് രൂപം കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ കണ്ടിരുന്നു, അപൂർവം ചിലർ അവർക്ക് സ്വന്തമായി പോകണമെന്ന് ആഗ്രഹമുണ്ടാകാം. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ തടസ്സം നിൽക്കേണ്ടതില്ല. അതിനെ സഹായിക്കാവുന്ന നിലയിൽ സഹായിക്കാമെന്നും ആ ഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ തുടങ്ങുമ്പോൾ നമുക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല ഈ പദ്ധതി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ധാരാളം വരുമല്ലോ. എല്ലാവരും ഈ ആശയത്തോട് അനുകൂലിച്ചു. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. മാത്രമല്ല, എണ്ണം പറഞ്ഞുകൊണ്ട് ഇത്ര വീടുകൾ ഞങ്ങളുടെ വക നൽകാൻ തയ്യാറാണ് എന്നും ആ ഘട്ടത്തിൽ അറിയിക്കുകയുണ്ടായി. എല്ലാം കൂടി വന്നപ്പോൾ നല്ല നമ്പറുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് ഈ വീടുകൾ നിർമ്മിക്കുക, ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന വാഗ്ദാനം സംസ്ഥാനം നൽകുകയാണ്. അപ്പോൾ അത് നടപ്പാക്കേണ്ടതാണ്. ഈ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർ അത് പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്രയും വീടുകൾ ഒഴിച്ചിടാനാവില്ല. കാരണം എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒരേ രീതിയിൽ നടത്താനാണ് നിശ്ചയിച്ചത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടർ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് മുഴുവൻ നിറവേറ്റാനാകുന്നില്ല എന്നൊക്കെ വന്നാൽ അതിൻ്റെ കുറവ് വീട് നിർമ്മാണത്തെ ബാധിക്കില്ല.
എല്ലാ വീടുകളും നിർമ്മിക്കുക, അത് സംസ്ഥാനം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. അത് പൂർണ്ണമായി നിറവേറ്റാനുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട് എന്ന നിലപാട് എല്ലാവരുമായും പങ്കുവച്ചിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവരുടെ മുന്നിലും ആ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും വാഗ്ദത്തം ചെയ്തവരിൽ ഒട്ടേറെ പേർ മാതൃകാപരമായി തന്നെ അത് നിറവേറ്റാൻ തയ്യാറായി. നല്ല സഹകരണം, നല്ല പിന്തുണ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ വന്ന കാലതാമസത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും 178 വീടുകൾ നമുക്ക് കൈമാറാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇവിടെ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ 13 പട്ടികവർഗ കുടുംബങ്ങൾ, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് മേപ്പാടി പുതിയ വില്ലേജ് പരിസരത്ത് 5 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ പട്ടയവും ഇന്ന് കൈമാറുന്നുണ്ട്. സാധാരണയായി വീടുകൾ ലഭിക്കുക, അതിൽ താമസം ആരംഭിക്കുക എന്നതെല്ലാം അങ്ങേയറ്റം സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്തോഷത്തോടൊപ്പം മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള സങ്കടകരമായ ഓർമ്മകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. 2024 ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ, അവരെല്ലാവരുടെയും സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ. അവർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത മഴക്കാലത്തിന് മുൻപ്, വലിയ മാസങ്ങളില്ല നമുക്കറിയാം, അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒട്ടും എളുപ്പമായിരുന്നില്ല നമ്മുടെ യത്നം എന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായി ഒരു രാത്രി കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുന്ന അവസ്ഥ.
ജീവനോപാധികൾ ഇല്ലാതാകുന്ന നില, ശാരീരികമായ അവശതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, അങ്ങനെ ഒട്ടേറെ യാതന അനുഭവിക്കുന്ന സഹോദരങ്ങളെയാണ് ആ ദുരന്തം ബാക്കി വെച്ചത്. ഏത് നാടും പകച്ചു നിന്നു പോകുന്ന ഘട്ടമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. മരുന്ന് പല രോഗങ്ങൾക്കും പരിഹാരമാണ്. പക്ഷേ മാനസികമായ വേദനകൾക്ക് മരുന്ന് പരിഹാരമല്ല. ആ വേദനകളിൽ പരസ്പരം ആശ്വാസമാകാൻ കഴിയും. പല നഷ്ടങ്ങളും നികത്താൻ നമുക്കാവില്ല. പക്ഷേ സാമീപ്യം കൊണ്ട് മനുഷ്യരെ ആ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പതിയെ പുറത്തു വരാൻ സഹായിക്കാൻ കഴിയും. അതൊക്കെയാണ് മനുഷ്യത്വത്തിൻ്റെ സവിശേഷത. ആ സവിശേഷതയാണ് മുണ്ടക്കൈ ചൂരൽമല അതിജീവനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കേരള മാതൃക ഒരിക്കൽ കൂടി ലോകം കണ്ടറിഞ്ഞു. അതായിരുന്നു ഈ അതിജീവനം. ഇവിടെ തടസ്സങ്ങൾ ഏറെയുണ്ടായി. വ്യാജ പ്രചരണങ്ങൾ മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. കോടതി വ്യവഹാരങ്ങൾ വേറൊരു ഭാഗത്ത് നടന്നു. ദുരിതാശ്വാസ നിധി എല്ലാവരും സഹകരിക്കുന്നതും സഹായിക്കുന്നതും സ്വയമേവ തയ്യാറായി നിക്ഷേപിക്കുന്നതുമൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുത് എന്ന് പറയാനും ആളുണ്ടായി. അങ്ങനെ എത്രയെത്ര പ്രതിലോമകരമായ ഇടപെടലുകൾ. ദുരന്തമുണ്ടായ ആദ്യ ആഴ്ചയിൽ തന്നെ ചിലരതിന് തുടക്കമിട്ടു. നമ്മുടെ നാട്ടിൽ യഥാർത്ഥ കാര്യങ്ങൾ നാട്ടുകാരുടെയും ജനങ്ങളുടെയും മുന്നിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ആ ധർമ്മം ഏറ്റെടുക്കേണ്ട മാധ്യമങ്ങൾ പോലും വ്യാജം ചമച്ചുകൊണ്ട് പുനരധിവാസ പദ്ധതിയെ ഒരു തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും നാം കണ്ടു. ഇവിടെ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ ലോകത്താകെ ഉണ്ടായ മഹായുദ്ധങ്ങളിൽ പോലും യുദ്ധനീതി എന്ന ഒന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം കണ്ടത് ഈ പുനരധിവാസ പദ്ധതിക്കെതിരെ ഒരു തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള ചിലരുടെ ഇടപെടലുകളാണ്. അതിൽ ലോകത്ത് കാണുന്ന യുദ്ധനീതി പോലും കണ്ടില്ല. എത്ര ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നത് എന്നത് നാം അനുഭവത്തിലുള്ളതാണ്. എന്നാൽ ഒന്നുകൂടി ഓർക്കേണ്ടതാണ്. ഉരുൾപൊട്ടലുണ്ടായ ഘട്ടം അവരെ ആരെയും കാത്തു നിൽക്കാതെ നാടും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നാം കണ്ടു. അതോടൊപ്പം പോലീസ് മുതൽ സൈന്യത്തെ വരെ ദുരന്തബാധിത
പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിന്, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എല്ലാമുള്ള ശ്രമങ്ങൾ നടത്തി. എല്ലാ സേനാ വിഭാഗങ്ങളും എത്തുന്ന നിലയുണ്ടായി. ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ നമ്മുടെ നാടും ജനങ്ങളും ഒന്നടങ്കം തയ്യാറായി. നമ്മുടെ നാട്ടിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഈ ഐക്യം പ്രകടമായിരുന്നു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ, ഓഫ് റോഡ് ഡ്രൈവർമാർ, അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർത്തു. അതിവേഗം ക്യാമ്പുകൾ സജ്ജമായി. ഭക്ഷണവും അവശ്യ സാധനങ്ങളും മാത്രമല്ല, മരുന്നും വൈദ്യസഹായവും, അതോടൊപ്പം ജീവിതം വീണ്ടെടുക്കുന്നതിനുള്ള കൗൺസിലിങ്ങും ഓരോരുത്തർക്കും പ്രത്യേകമായി നൽകുകയുണ്ടായി. അതോടൊപ്പം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഉണ്ടായി. മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമായി മന്ത്രിമാർ ഈ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ എല്ലാ ദിവസങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അവസ്ഥ വന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേരിട്ട് മേൽനോട്ടം വഹിച്ചു. അതിൻ്റെ ഭാഗമായുള്ള വിശദമായ അവലോകന യോഗങ്ങൾ, ആ യോഗങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ, അതിലുയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കൽ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. മരണപ്പെട്ടവരെ സംസ്കരിക്കുന്നതിനും കൃത്യമായ സംവിധാനം ഒരുക്കി. പുത്തുമലയിൽ തന്നെയുള്ള എസ്റ്റേറ്റ് ഭൂമി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റെടുത്ത് അവിടെ ശ്മശാനം സജ്ജമാക്കി. ഈ ഏറ്റെടുത്ത ഭൂമിയിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ സർവമത പ്രാർത്ഥന നടത്തിയാണ് മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും സംസ്കരിച്ചത്. ആ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്ന കണക്കുകളുണ്ട്. അതെല്ലാം വല്ലാത്ത അസുഖകരമായ ഓർമ്മകൾ ഉണർത്തുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ക്യാമ്പുകളിലേക്കും സഹായപ്രവാഹമുണ്ടായി. ഭക്ഷണം, വസ്ത്രങ്ങൾ, മരുന്നുകൾ, കുഞ്ഞുങ്ങൾക്കുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെ ഓരോ വ്യക്തിയും അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി. ക്യാമ്പുകളിലുള്ളവരെ ഇവിടെ പറഞ്ഞതുപോലെ വാടക വീടുകളിലേക്കും താമസിക്കാൻ പറ്റുന്ന സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങളെ ആകെ ക്യാമ്പുകളിൽ നിന്നും സാധാരണ ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറ്റാൻ നമുക്കായി. ഉപയോഗിക്കാതെ കിടന്ന സർക്കാർ ക്വാർട്ടേഴ്സുകൾ റിപ്പയർ ചെയ്ത് നൽകുന്ന നിലയുണ്ടായി. വാടകയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് സർക്കാർ വാടക നൽകുന്നതിനും സംവിധാനം ഏർപ്പെടുത്തി. ഒരു കുടുംബത്തിന് 6000 രൂപ വീതം അന്നു മുതൽ ഇന്ന് വരെ, ഇവിടെ പറഞ്ഞതുപോലെ ഈ വീടുകളിൽ കയറുന്നതുവരെ, അത് മുഴുവൻ കുടുംബങ്ങൾക്കും നൽകുന്നതാണ്. നൽകി വരുന്നുണ്ട്, നൽകുകയും ചെയ്യും. ഈ ഇനത്തിൽ ഇതുവരെയായി 6 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. ദുരന്തബാധിതർക്ക് ഉപജീവനത്തിനായി ഓരോ മാസവും ആനുകൂല്യം നൽകി. 17,20,00,000 രൂപയാണ് ഈ ഇനത്തിൽ ചെലവഴിച്ചത്. സമാശ്വാസ ധനസഹായമായി 13 കോടി രൂപ,
അടിയന്തര ധനസഹായമായി 1,30,00,000 രൂപ അതെല്ലാം വിതരണം ചെയ്തു. ദുരന്തത്തിൽ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ടു പോയ 21 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് സഹായം നൽകുന്നതിന് 2 കോടി രൂപയാണ് ചെലവഴിച്ചത്. 858 കുടുംബങ്ങൾക്ക് പ്രതിമാസം 1000 രൂപയുടെ ഭക്ഷ്യക്കൂപ്പണും നൽകുന്നുണ്ട്. ദുരിതാശ്വാസ നിധിയിൽ സമാനതകളില്ലാത്ത സഹായപ്രവാഹമാണ് ഉണ്ടായത്. 773,98,00,000 രൂപ വയനാട് ദുരന്തത്തിനിരയായവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യപ്പെട്ടു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള സംഘടനകൾ, വ്യക്തികൾ എല്ലാം സഹായഹസ്തം നീട്ടി. ഇതര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. കർണാടക, ആന്ധ്ര സർക്കാരുകൾ 10 കോടി രൂപ വീതം, തമിഴ്നാട്, രാജസ്ഥാൻ സർക്കാരുകൾ 5 കോടി രൂപ വീതം സംഭാവനയായി നൽകി. ദുരന്തബാധിതരുടെ വായ്പാ കുടിശ്ശികകൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗം ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. ആ വായ്പാ കുടിശ്ശിക വിവിധ ബാങ്കുകളിലായിരുന്നു. അത് സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ ഹൈക്കോടതി അതിലിടപെട്ടു. അതിശക്തമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ നിശ്ചിത കാലാവധി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചെങ്കിലും അത് നീട്ടി പോകുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത്. ആ സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ആ വായ്പാ കുടിശ്ശിക ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. വിവിധ ബാങ്കുകളിലായി 555 ഗുണഭോക്താക്കൾക്കുള്ള 1620 വായ്പകളുടെ കുടിശ്ശിക തുക 18,75,00,000 രൂപ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന് കേന്ദ്ര സർക്കാരിനോട് പലവട്ടം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു അടുത്ത കടമ്പ. ജനകീയ കൂടിയാലോചനയിൽ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ അഭിപ്രായം തേടി. ആ കാര്യങ്ങളിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള 31 ഇടങ്ങളിലാണ് ഭൂമി മാർക്ക് ചെയ്തത്. അവയെല്ലാം വിശദമായി പരിശോധിച്ചു. അങ്ങനെ പട്ടിക 9 ചുരുക്കി. പിന്നീട് പുനരധിവാസത്തിന് അർഹതയുള്ളവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുന്നതിന് തത്വത്തിൽ തീരുമാനമെടുത്തു. ആദ്യഘട്ടമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെ ഒരു കുടുംബത്തിന് 7 സെൻറ്റ് ഭൂമി വീതവും മറ്റ് പൊതു സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചും 410 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനാകുമെന്ന് കണ്ടെത്തി. അങ്ങനെ വന്നപ്പോൾ പുനരധിവാസം എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് മാത്രം മതി എന്ന് തീരുമാനിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് 2024 ഒക്ടോബർ പുറപ്പെടുവിച്ചു. നവംബറിൽ ഫേസ് 1 ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് കോടതി വ്യവഹാരമുണ്ടായി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിന് അല്പനാൾ തടസ്സം നേരിട്ടു. ഹൈക്കോടതി അനുമതി ലഭിച്ചു. അതിനെ തുടർന്ന് റെക്കോർഡ് വേഗത്തിലാണ് വിലനിർണ്ണയവും സർവേ നടപടികളും പൂർത്തിയാക്കിയത്. 2025 ഏപ്രിലിൽ 44,33,00,000 രൂപ
കോടതിയിൽ കെട്ടിവെച്ചു. അന്നേ ദിവസം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി. ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചു. ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ നിലവിലെ കണക്കുകളനുസരിച്ച് 402 കുടുംബങ്ങളിലെ 1662 പേരാണ് ഇവിടെ താമസിക്കുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അതിൻ്റെ പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ ആക്രമിക്കാൻ തയ്യാറായവരുണ്ട്. ഊരാളുങ്കലിൻ്റെ ചരിത്രവും വളർച്ചയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂലി അടിമത്തത്തിൽ നിന്നും തൊഴിലാളികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ തുടങ്ങിവെച്ച സ്ഥാപനമാണത്. ആ ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി അങ്ങനെയാണ് പടിപടിയായി മുന്നേറിയത് എന്നത് നാം കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാലം വേനൽക്കാലം എന്ന വ്യത്യാസമില്ലാതെയാണ് കഴിഞ്ഞ കാലത്ത് മഴയുണ്ടായത്. അപ്പോൾ വേനൽ മഴ ശക്തമായി, തുറന്നു വന്ന കാലവർഷം ശക്തമായി, തുലാവർഷവും നല്ല രീതിയിലുണ്ടായി. ഇതൊക്കെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനെല്ലാം മറികടന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ മുൻപോട്ട് കൊണ്ടുപോയത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ടൗൺഷിപ്പ്. അതിൻ്റെ ഭാഗമായ ഓരോ തൊഴിലാളിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രമേശൻ്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്ത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സിയാലിൻ്റെ MD സുഹാസിനെ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹം ക്രിയാത്മകമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ അനിതരസാധാരണമായ വൈഭവമാണ് നമ്മുടെ ഇവിടുത്തെ കലക്ടർ ഈ കാര്യങ്ങളിലെല്ലാം കാണിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ അവരിതിൻ്റെ കൂടെയുണ്ടായിരുന്നു. അവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദമാകെ പഴയ ചീഫ് സെക്രട്ടറി വേണു ആയാലും ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ആയാലും ഇവരെല്ലാം നല്ല നിലക്ക് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരുടെ കീഴിലുള്ള സംഘം, ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി ജയതിലകനെയും ആ ടീമിന് നേതൃത്വം കൊടുത്ത ജയതിലകനെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇവിടെ ടൗൺഷിപ്പ് കൊണ്ട് വിഭാവനം ചെയ്തത് നമ്മളിവിടെ താമസിക്കാനുള്ള ആളുകൾക്ക് കുറച്ച് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരെ കൂടുതൽ മെച്ചപ്പെട്ട ഒരാവാസ വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കുക, അതാണ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ദുരന്ത നിവാരണത്തിൻ്റെ അടിസ്ഥാന തത്വം. അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കപ്പെടുന്ന രീതിയിലാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ വീടുകളോടൊപ്പം പൊതുസൗകര്യങ്ങളായ കമ്മ്യൂണിറ്റി ഹാൾ, ഡിസാസ്റ്റർ ഷെൽട്ടർ, ഫുട്ബോൾ ഗ്രൗണ്ട്, ഡിസാസ്റ്റർ മെമ്മോറിയൽ, കടമുറികൾ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, തടയണയും ജലാശയവും, 10 സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഭൂഗർഭ വൈദ്യുതി വിതരണ ശൃംഖല, വെള്ളം ഒഴുക്കുന്നതിന് ഡ്രെയിനേജ് സംവിധാനം, 9.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക്, ഓരോ വീട്ടിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ
2 kV കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ്. അത് വേണമെങ്കിൽ അവർക്ക് കൂടുതൽ ശേഷി വർദ്ധിപ്പിക്കാനാവും. ഇവയെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. 5 സോണുകളായിട്ടാണ് ഈ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തത്. ഇതിൽ 35 ക്ലസ്റ്ററുകളായിട്ടാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഓരോ ക്ലസ്റ്ററിലും വിശാലമായ ഗ്രീൻ സ്പേസ് നടുമുറ്റമുണ്ട്. ഈ നടുമുറ്റത്തിന് ചുറ്റും 5.5 മീറ്റർ വീതിയുള്ള റോഡ്. ആ റോഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ക്ലസ്റ്ററിലെയും വീടുകളുള്ളത്. നടുമുറ്റം പോലെയുള്ള ഈ ഗ്രീൻ സ്പേസ് മുതിർന്നവർക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നതിന് ഉപകരിക്കും, കുട്ടികൾക്ക് കളിക്കുന്നതിന് ഉപകരിക്കും. എന്തെങ്കിലും ചില പ്രത്യേക ആവശ്യങ്ങൾ വന്നാൽ വേണമെങ്കിൽ ഒരു ചെറിയ കൂടിച്ചേരാനുള്ള സ്ഥലമായിട്ടത് ഉപയോഗിക്കാം. അതോടൊപ്പം ചെറിയൊരു അടുക്കളത്തോട്ടമായി ഉപയോഗിക്കുന്നതിനും ഇത് സഹായകമാണ്. 8 മുതൽ 20 വരെ വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ക്ലസ്റ്ററും. 7 സെൻറ്റാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകൾ. ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ കയറി നോക്കി. അപ്പോൾ മുൻഭാഗവും പിൻഭാഗവും അത്യാവശ്യം വേണ്ട സ്ഥലമുണ്ട്. ഈ വ്യക്തിഗത ഹൗസ് പ്ലോട്ടുകളിൽ ഓരോ ഭൂമിക്കും പ്രത്യേകം പട്ടയം നൽകും. വീടുകളും പൊതുനിർമ്മിതികളും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. ഓരോ വീടും 90 സെൻറ്റിമീറ്റർ വീതിയുള്ള 9 കോൺക്രീറ്റ് ഭിത്തികളാലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തറനിരപ്പിലും റൂഫ് ലെവലിലും മേൽക്കൂര ലെവലിലും 1.5 അടി ഉയരത്തിൽ ബീമുകൾ, പ്ലിൻ ബീം, റൂഫ് ബീം എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ കാണുന്നത് ഒരു നില കെട്ടിടമാണെങ്കിലും അതിൻ്റെ മുകളിൽ ഇനിയും നിർമ്മിതി വേണമെന്ന് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഭാവിയിൽ തോന്നിയാൽ കൂടുതൽ നിലകൾ നിർമ്മിക്കാൻ ഉതകും തരത്തിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിൻ്റെ മേലെ തന്നെ നിർമ്മിക്കാമെന്നർത്ഥം. അതോടൊപ്പം വിപണിയിൽ ലഭ്യമായ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഗുണമേന്മ പൂർണ്ണമായും ഉറപ്പാക്കിയിട്ടുണ്ട്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓരോ സാധന സാമഗ്രിയും നിർമ്മാണ സ്ഥലത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം മൂന്നാമതൊരു സ്വതന്ത്ര ഏജൻസിയുടെ ടെസ്റ്റിങ്ങിന് കൂടി വിധേയമാക്കും. അതിനുശേഷമാണ് സാമ്പിളുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇവിടെ കാണേണ്ടത് 58 തരം പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഓരോ വീടിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഓരോ നിർമ്മാണ ഘട്ടത്തിനു മുൻപും ശേഷവും പരിശോധിച്ച് നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നതായി ഉറപ്പുവരുത്തുന്നുണ്ട്. അത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. നിർമ്മാണ ഘട്ടത്തിലുള്ള ഓരോ പരിശോധനയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഓരോ പരിശോധനയുടെ വീഡിയോയും അതുപോലെ ഫോട്ടോയും എടുത്ത് സൂക്ഷിക്കുന്നു. ഈ രീതിയിൽ ഒരു തരത്തിലുള്ള പോരായ്മയും ഇല്ലാതെയാണ് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടവും മുൻപോട്ട് കൊണ്ടുപോയത്. വീടുകൾക്ക് പൂർണ്ണനാശം സംഭവിച്ച വ്യക്തികൾക്കുള്ള വീടുകളാണ് ആദ്യഘട്ടമായി വിതരണം ചെയ്യുന്നത്. ദുരിതബാധിതർക്ക് സർക്കാർ 2 ഓപ്ഷനുകൾ നൽകിയിരുന്നു. ഒന്നുകിൽ അവർക്ക് സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിൽ ഒരു വീട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പുനരധിവാസ തുകയായി 15 ലക്ഷം രൂപ സ്വീകരിക്കാം. മഹാഭൂരിപക്ഷം കുടുംബങ്ങളും സർക്കാരിൻ്റെ ടൗൺഷിപ്പിലുള്ള വീട് തന്നെ സ്വീകരിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഗുണമേന്മയും സ്വീകാര്യതയും വെളിവാക്കുകയാണ്.
ദുരന്തത്തിൽ നഷ്ടമുണ്ടായ സംരംഭകർക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള പുനരുജ്ജീവന പദ്ധതിയും നടപ്പാക്കുകയാണ്. അതും ബന്ധപ്പെട്ടവർക്ക് സ്വീകാര്യമായ നിലയിലാണ്. ഇതോടൊപ്പം KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് കോംപ്ലക്സും ഇന്ന് നാടിന് ആശുപത്രി അനക്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണവും ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യം, കൽപ്പറ്റ ജനറൽ ആശുപത്രി അനുവദിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഉണ്ട്. അതിനുവേണ്ടി 43 കോടി രൂപ സർക്കാർ നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് നിർമ്മിക്കാനായിട്ടില്ല. ഇപ്പോൾ KSFEയുടെ ഇത്തരമൊരു ഓഫർ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനുമുള്ള സ്ഥലവും ഇവിടെ അനുവദിക്കുന്നതാണ്. അതോടൊപ്പം ഉള്ളൊരു പ്രശ്നം, ഇവിടെയുള്ള കുട്ടികളടക്കം പോകേണ്ട സ്കൂളാണ് കൽപ്പറ്റ ഗവൺമെൻറ് LP സ്കൂൾ. ആ ഗവൺമെൻറ് LP സ്കൂളിന് അവിടെ വലിയ പരിമിതിയാണുള്ളത്. അത് സ്ഥലപരിമിതി കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ് LP സ്കൂൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്ഥലവും അനുവദിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പരിശോധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൂടി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളത്. ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കും. ഇവിടെ ഈ വീടുകൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച, അവിടെ 2 ഷെൽഫുകൾ ഓരോ ബെഡ്റൂമിലായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കുകയാണല്ലോ, അല്പം ഫർണിച്ചർ കൂടി വേണമല്ലോ. അതുകൊണ്ട് എല്ലാ വീടിനും ആവശ്യം വേണ്ട ഫർണിച്ചറുകൾ കൂടി നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. മനുഷ്യർ ഭേദചിന്തകൾക്ക് അതീതമായി പരസ്പരം താങ്ങും തണലുമാകുന്ന കേരള മാതൃക, അതാണ് വീണ്ടും ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. വിദ്വേഷങ്ങളില്ലാതെ പരസ്പര സ്നേഹത്തോടെ മനുഷ്യർ ഇടകലരുന്ന ഇടങ്ങളെല്ലാം ചിലരെ അസ്വസ്ഥരാക്കാറുണ്ട്. അവരാണ് കേരളത്തിനെക്കുറിച്ച് വ്യാജ നിർമ്മിതികൾ, വ്യാജ പ്രചരണങ്ങൾ, അതിനുവേണ്ടിയുള്ള സിനിമകളടക്കം നിർമ്മിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കെല്ലാം ഇത്തരം നടപടികളോട് പൂർണ്ണ സഹകരണമാണുള്ളത്. വളരെ ദുഃഖകരമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തിങ്ങി വരുന്നുണ്ടെങ്കിലും ദുരന്തത്തിൻ്റെ, എന്നാൽ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ്. ഇവിടെ പുതിയ വീടുകളിൽ താമസിക്കുന്നതിനെക്കുറിച്ചാണ് നാം ആലോചിക്കുന്നത്. എന്നാൽ ഇതേ നിമിഷം താമസ സ്ഥലത്ത് നിന്ന് ആക്രമിക്കപ്പെടുന്നവർ, കൊല ചെയ്യപ്പെടുന്നവർ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുകയാണ്. വല്ലാത്ത നടുക്കത്തിലാണ് നമ്മുടെ നാടും ലോകവും ഇപ്പോഴുള്ളത്. മനുഷ്യർ തമ്മിൽ പാലിക്കുന്ന മര്യാദ പോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തിൻ്റെ അതേ അഭിപ്രായം തന്നെ ആവണം മറ്റൊരു രാജ്യത്തിന് എന്ന് നിർബന്ധിക്കാനാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സമ്പത്തുണ്ട്, യുദ്ധവെറി. പിന്നെ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക
ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. അതാണ് ഒരു രാജ്യത്തിനകത്ത് കടന്ന് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അവിടെ നിന്ന് ഭാര്യയടക്കം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ച ലോകം കണ്ടത്. ഒരു രാജ്യവും ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ലോകത്തിന് മുന്നിൽ എന്തെങ്കിലും വസ്തുതകൾ അങ്ങനെ പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ചു വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായി ആ രാജ്യം കണക്കാക്കുന്ന ആയത്തുള്ള ഖൊമേനിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെയും കൊച്ചുമോളെയും മകളുടെ ഭർത്താവിനെയും എല്ലാം കൂടെ ചേർത്ത് കൊല്ലുന്ന നില. ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ മേലെ നിന്ന് നിങ്ങൾ എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റുന്ന വിദ്യകൾ, സാങ്കേതിക വിദ്യകൾ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയും മറ്റും കയ്യിലുണ്ട്. അത് വെച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരിയായി ആ രാഷ്ട്രം കണക്കാക്കുന്ന വ്യക്തിയെപ്പോലും കൊല ചെയ്യാൻ തയ്യാറാവുകയാണ്. എത്ര ഇതുപോലുള്ള അതിക്രമങ്ങൾ! എന്താണിപ്പോൾ അതിൻ്റെ ഭാഗം? നമ്മുടെ നാട്ടിൽ നല്ലൊരു ഭാഗം കുടുംബങ്ങൾ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണല്ലോ, ഉത്കണ്ഠയിലാണല്ലോ, വേവലാതിയിലാണല്ലോ. മകനും മകളും വേട്ടപ്പെട്ടവരും എല്ലാം പലരും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങളായി വന്നല്ലോ. ഇത്തരം കാര്യങ്ങളെ അപലപിക്കാൻ തയ്യാറാവണ്ടേ? ഞാനിന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ നാടിൻ്റെ ഉത്കണ്ഠ, നമ്മുടെ സഹോദരങ്ങൾ ലക്ഷക്കണക്കിലാണ് ഗൾഫ് നാടുകളിലുള്ളത്. അവരെല്ലാം വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഭ്രാന്തമായ നടപടികളാണ്. അവർക്കതിനു പറ്റിയ ചങ്ങാതി മറ്റൊരു ലോകതമ്മാടി ഇസ്രയേൽ. ഈ രണ്ടു കൂട്ടരും കൂടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം കാണിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ വികാരം നാം ഒന്നടങ്കം പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുകൂടിയാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരുമയുടെയും ജനങ്ങളുടെ ഐക്യത്തിൻ്റെയും നാം പ്രകടിപ്പിക്കുന്ന സാഹോദര്യ ബന്ധത്തിൻ്റെയും ഭാഗമായി നാടും ജനങ്ങളും എല്ലാം നൽകിയ പിന്തുണയുടെ ഭാഗമായാണ് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അടുത്തതായി ഒന്നാം ഘട്ട വീടുകൾ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് പട്ടയ വിതരണം നടത്തുന്ന ചടങ്ങാണ്. ഗുണഭോക്താക്കൾക്ക് പട്ടയം കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. ആദ്യ ഗുണഭോക്താവായി അവ്യക്ത് എം, കിഴക്കേ തെക്കുംകര വീട്, വെള്ളാർമല. അവന്തിക പ്രശോഭ്, കനകക്കുന്നിൽ, ചൂരൽമല. മാധവി, ഗോകുലം വീട്, വെള്ളാർമല.
നൈസ മോൾ പാണക്കാടൻ വീട്. നൈസ മോൾ പാണക്കാടൻ വീട്. അതോടൊപ്പം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരായ ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 13 കുടുംബങ്ങൾക്കുള്ള വനാവകാശ നിയമപ്രകാരമുള്ള കൈവശാവകാശ രേഖ കൈമാറുന്നതിനായി അവരുടെ പ്രതിനിധിയായി ചണ്ണ പുഞ്ചിരിമട്ടം ഉന്നതിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി KSFEയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൽപ്പറ്റ ജനറൽ ആശുപത്രിയുടെ അനക്സ് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 178 പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി അതോടൊപ്പം തന്നെ DYFI സംഭാവന ചെയ്ത TV-യും ഇന്ന് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ DYFI 178 TV നൽകുന്നുണ്ട്. പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി 15 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കൗണ്ടറിൽ 1 മുതൽ 12 വരെ നമ്പരായിട്ടുള്ള പട്ടയങ്ങളും, രണ്ടാമത്തെ കൗണ്ടറിൽ 13 മുതൽ 24 വരെയുള്ള പട്ടയങ്ങളും, വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട നിർമ്മാണത്തിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ശ്രീ MG രാജമാണിക്യം IASനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള വേദിയിലുള്ള വിശിഷ്ടരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുനരധിവാസത്തിൻ്റെ ഉദ്ഘാടനമാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാതൃക ടൗൺഷിപ്പ് ഇന്ന് ആദ്യഘട്ടമായി ഉദ്ഘാടനം നടത്തിയപ്പോൾ ഏകദേശം 49 ഹെക്ടറിലുള്ള 121 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ടൗൺഷിപ്പ് 410 കുടുംബങ്ങൾക്ക് 7 സെന്റ് വീതമുള്ള സ്വന്തം പ്ലാട്ടുകൾ 1000 ചതുരശ്ര അടി വീതമുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഏകദേശം 299 കോടി രൂപ ചെലവിലാണ് കൽപ്പേട്ട എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റി എന്ന കരാറുകാരും അതുപോലെ തന്നെ കിഫ്കാനാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, സ്പെഷ്യൽ ഓഫീസർ, CBO ഡോക്ടർ അരുൺ, കളക്ടർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ പ്രോജക്റ്റിൽ നേതൃത്വം വഹിച്ചത്. ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ദുരന്ത സാധ്യത ഇല്ലാത്ത മേഖലയാണെന്ന് CWDRM അതുപോലെ തന്നെ KSDMയും പഠനം നടത്തി സ്ഥിരീകരിച്ച സ്ഥലത്താണ് ഈ എസ്റ്റേറ്റിൽ നിന്ന് നിർമ്മാണം നടത്തിയിരിക്കുന്നത്.
പരിസ്ഥിതി സൗഹൃദമായ ഹരിതവുമായ ടൗൺഷിപ്പാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 35% സ്ഥലം ഹരിത ഇടമായാണ് സംരക്ഷിച്ചിരിക്കുന്നു. 1500 തദ്ദേശീയ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ജലസംരക്ഷണത്തിന് വേണ്ടി 9 ലക്ഷം ലിറ്റർ ശേഷിയുള്ള കേന്ദ്രീകൃത ജലസംഭരണി, 10 സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണ് ഇവിടെ നിർമ്മിതമാകുന്നത്. അതുപോലെ തന്നെ 100% ശുദ്ധീകരിച്ച വെള്ളമാണ് കൃഷിക്കും പൂന്തോട്ടത്തിനും ഉപയോഗിക്കുന്നത്. ഓരോ വീട്ടിലുമുള്ള 2 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ പാനൽ ഉൾപ്പെടെ 860 കിലോവാട്ട് സോളാറാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സെൻറ്ററിന് 20 കിലോവാട്ട് സോളാറും ബാറ്ററിയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 58 ഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോ വീടും പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ സിവിൽ വർക്കുകൾക്ക് 5 വർഷത്തെ വാറണ്ടി, ഇലക്ട്രിക്കൽ വർക്കുകൾക്ക് പൂർണ്ണമായ ഡിഫക്റ്റ് ലയബിലിറ്റി ഉൾപ്പെടെയുള്ള 5 വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾ രണ്ടാം നില പണിയാൻ സാധിക്കുന്ന രീതിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 327 കുടുംബങ്ങളും ടൗൺഷിപ്പുകളും വീട് നമ്മൾ തിരഞ്ഞെടുത്ത് ഇത് പദ്ധതിയുടെ ജനസ്വീകാര്യതയെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഈ ടൗൺഷിപ്പിൽ ഇന്ന് 178 ഗുണഭോക്താക്കൾക്കാണ് വീടുകളും പട്ടയവും കൈമാറിയിരിക്കുന്നു. ബാക്കി വരുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ 11.42 കിലോമീറ്റർ റോഡ്, 11.5 കിലോമീറ്റർ ഡ്രെയിനേജ്, 9.8 കിലോമീറ്റർ സിവർ മെയിൻ, 10.2 കിലോമീറ്റർ യൂട്ടിലിറ്റി ഡക്ട് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ടൗൺഷിപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന ദുരന്ത നിവാരണ തത്വത്തിൻ്റെ മൂർത്തിഭാവമാണ് ഈ ടൗൺഷിപ്പ്. ലോകത്തിൽ ഏറ്റവും മികച്ച ദുരന്ത പുനരധിവാസ മാതൃകകൾ ഒന്നായി ഇത് വിലയിരുത്തപ്പെടും. ഒപ്പം തന്നെ നമ്മൾ ഈ സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യവും ജനങ്ങളുടെ പിന്തുണയും ചേർന്ന് ഈ അപൂർവ നേട്ടത്തിൽ ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ ദുരന്തബാധിതമായ എല്ലാ കുടുംബങ്ങൾക്കും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി വേദിയിലുള്ള എല്ലാ വിശിഷ്ട അതിഥികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, അധ്യക്ഷൻ ശ്രീ രാജ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മുഖ്യമന്ത്രിയും അധ്യക്ഷനും വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഇവിടെ 1ാം ഘട്ടം പൂർത്തിയാക്കുന്നത്. താമസിയാതെ ശേഷിക്കുന്ന വീടുകൾ കൂടി നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. ആ അവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയ വീടുകൾ ലഭ്യമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ തരത്തിലുമുള്ള നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ T സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, പ്രിയപ്പെട്ട മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, 2024 ജൂലൈ മാസം 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്ക് പ്രകൃതിയുടെ മഹാകലിതുള്ളലിൽ നമ്മെ വിട്ടുപോയതായ മുഴുവൻ ആളുകളുടെയും പേരിൽ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഈ വിവരം അറിയുന്നതിന് ശേഷം
അർദ്ധരാത്രിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ വിവിധ ആളുകളെ മുഴുവൻ വിളിച്ച ആ സന്ദർഭത്തിൽ തുടങ്ങിയതായ യാത്ര ഇന്നും അനസ്യൂതം തുടരുകയാണ്. ആ പ്രയാണം നമ്മളാരും ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല. ദുരന്തത്തെ, മഹാദുരന്തത്തെ അതിജീവിച്ചതായിരിക്കുന്ന ആളുകൾ, ആ അതിജീവിച്ചതായ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളും എല്ലാവരും നടത്തുന്നതായിരിക്കുന്ന കഠിനമായിട്ടുള്ള പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തെ നമ്മളെല്ലാവരും ചേർന്ന് നിന്ന് അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, ആ മേഖലയിലെ മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ MBBS പഠിക്കുന്ന, MCAക്ക് പഠിക്കുന്ന, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന, വിവിധ കോളേജുകളിൽ പഠിക്കുന്ന, അമേരിക്ക അടക്കമുള്ള കോളേജുകളിൽ പഠിക്കുന്ന വിവിധ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ ഒരാളെപ്പോലും വീഴാതെ അവരെ പഠിപ്പിക്കാൻ MLA എന്ന രീതിയിൽ MLA കെയറിന്റെ പദ്ധതി ആവിഷ്കരിച്ച് സമ്പൂർണമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്ക് ടു ഹോം കിറ്റുകളും റിലീഫ് ക്യാമ്പുകളിലെ ചിൽഡ്രൻ പാർക്കുകളും അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടി നടത്തിയ, വിവിധങ്ങളായ തലങ്ങളിൽ നടത്തിയ, നമ്മളെല്ലാവരും നടത്തിയതായിരിക്കുന്ന ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. ഇവിടെ 178 വീടുകളാണ്. ആ 178 വീടുകൾ ഒന്നാം ഘട്ടത്തിൽ ഇവിടെ ആശ്വാസകരമായ രീതിയിലാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. ബഹുമാന്യനായ മന്ത്രി ഇവിടെ സംസാരിച്ച വേള സൂചിപ്പിച്ചു, തറക്കല്ലിട്ട് ആരും പോവില്ല. ഇന്നലെ 52 വീടുകൾ ഇന്നലെ കൈമാറിയിട്ടുണ്ട്. ബാക്കി എല്ലാ വീടുകളും കൈമാറാനുള്ള നടപടികളും നമ്മളെല്ലാവരും സ്വീകരിച്ചു. സർക്കാരിനോട് ചേർന്ന് നിന്ന് ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രക്രിയയിൽ ഏതെല്ലാം തലത്തിൽ മുന്നോട്ട് പോകാമോ ആ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് രാവും പകലുമില്ലാതെ ഉഴിഞ്ഞ് പ്രവർത്തിച്ചതായിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചവരാണ്. ഈ ദുരന്തബാധിതർ ഒരാൾ പോലും അസ്വസ്ഥതയുടെ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാക്കില്ല. കാരണം അവര് നേരിന്റെ അനുഭവത്തിന്റെ സാക്ഷികളാണ്. മറ്റുള്ളവരുടെ അപശബ്ദങ്ങൾ കണക്കിലാക്കുന്നില്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സമയപരിമിതി മൂലം നന്ദി അർപ്പിക്കുന്നതിനായി വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ ശ്രീ S. സുഹാസ് IAS-നെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ K. രാജൻ സർ, റെസ്പെക്റ്റഡ് മിനിസ്റ്റേഴ്സ്, respected member of Legislative Assembly, Honorable Chief Secretary, Disaster Management Secretary Sir, local body representatives, officials, beneficiaries, media, ladies and gentlemen. നിരവധി ചാലഞ്ചസ് ഓവർകം ചെയ്തുകൊണ്ട് ഈ പ്രോജക്റ്റിനെ ഫസ്റ്റ് ഫേസ് ചുരുങ്ങിയ സമയത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഗൈഡൻസ് കൊണ്ടാണ്. പ്രോജക്റ്റിനായി നിരവധി വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓണറബിൾ ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി തന്നെ ഫോം ചെയ്തു. വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ശ്രീ K. രാജൻ സാറിനും ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ OR കേലു സർ, AK ശശീന്ദ്രൻ സർ, ശ്രീ PA മുഹമ്മദ് റിയാസ് സർ എന്നിവർക്കും സാദരം നന്ദി അറിയിക്കുന്നു.
ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദീഖ്, ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ്സ് എന്നിവർ ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നു. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സാറിനും നമ്മുടെ റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ശ്രീ MG രാജമണിക്കം സാറിനെയും ഈ പ്രോജക്റ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിച്ച പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനും കിഫ്ബി, ULCCS, ജില്ലാ കളക്ടർ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, PWD, KSEB, കേരള വാട്ടർ അതോറിറ്റി, സിയാൽ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഒഫീഷ്യൽസ്, ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ്സ്, മറ്റു വിശിഷ്ട അതിഥികൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഹൃദയ നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, 178 പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 178 പട്ടയങ്ങൾ വിതരണം ചെയ്തതിനായി 15 കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കൗണ്ടറിൽ 1 മുതൽ 12 വരെയുള്ള നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, രണ്ടാമത്തെ കൗണ്ടറിൽ 13 മുതൽ 24 വരെയുള്ള നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, മൂന്നാമത്തെ കൗണ്ടറിൽ 25 മുതൽ 36 നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, നാലാമത്തെ കൗണ്ടറിൽ 37 മുതൽ 48 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, അഞ്ചാമത്തെ കൗണ്ടറിൽ 49 മുതൽ 60 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, ആറാമത്തെ കൗണ്ടറിൽ 61 മുതൽ 72 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, ഏഴാമത്തെ കൗണ്ടറിൽ 73 മുതൽ 84 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, എട്ടാമത്തെ കൗണ്ടറിൽ 85 മുതൽ 96 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, ഒൻപതാമത്തെ കൗണ്ടറിൽ 97 മുതൽ 108 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, പത്താമത്തെ കൗണ്ടറിൽ 109 മുതൽ 120 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 11ാമത്തെ കൗണ്ടറിൽ 121 മുതൽ 132 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 12ാമത്തെ കൗണ്ടറിൽ 133 മുതൽ 144 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 14ാമത്തെ കൗണ്ടറിൽ 157 മുതൽ 167 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളും, 15ാമത്തെ കൗണ്ടറിൽ 168 മുതൽ 178 വരെ നമ്പറായിട്ടുള്ള പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത്. പട്ടയം ലഭിക്കാനായി അറിയിപ്പ് ലഭിച്ചവർ സമ്മേളന നടപടികൾക്ക് ശേഷം ബന്ധപ്പെട്ട കൗണ്ടറിൽ നിന്നും പട്ടയം കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു.